ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് എഡ്യൂക്കേഷണൽ ടോയ്സ് ആണ് കേട്ടോ. ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് എഡ്യൂക്കേഷണൽ ടോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ കുട്ടികൾക്ക്, ഏതൊക്കെ പ്രായപരിധിയിലുള്ള കുട്ടികൾക്ക് കൊടുക്കാം, അതൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ടോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ടോയ്സ് കൂടുതലും മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അവരുടെ നോളേജ് വർദ്ധിക്കാനും ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാനും ഐ ഹാൻഡ് കോർഡിനേഷൻ കറക്റ്റ് ആവാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ടോയ്സ് നമ്മൾ മേടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ടോയ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ഇതിന്റെ മൂന്നാമത്തെ മോനാണ് കേട്ടോ. അവൻ കളിക്കുന്ന ഒരു വുഡൻ ടോയ് ആണിത്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു കേടൊന്നും വരില്ല കേട്ടോ. ഇതിൽ കണ്ടോ നമുക്ക് ഷേപ്സും ഉണ്ട്, പിന്നെ ഫിഷസിനെ ക്യാച്ച് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഫിഷസ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റിക്ക് ഇട്ട് അതിൽ മാഗ്നറ്റ് ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ അതിന് ഈ ഫിഷസിനെ നമുക്ക് ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് ക്യാച്ച് ചെയ്യുമ്പോൾ കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ അത് അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ നന്നാവാൻ നല്ല യൂസ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇതിൽ പ്ലേസ് ചെയ്യണം കണ്ടോ. അവനത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ അത് ചെയ്ത് ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ കറക്റ്റ് ആവും കേട്ടോ. പിന്നെ ഷേപ്സ് പഠിക്കാം, ഇതിൽ വെച്ച് നമുക്ക് ഷേപ്സ് പഠിപ്പിക്കാം, കളേഴ്സ് പഠിപ്പിക്കാം. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. കുറേ സമയം ഇതിൽ ബിസി ആയിട്ടിരിക്കും കേട്ടോ. അവൻ്റെ മോനിക്കൊക്കെ കൊടുത്തുള്ള ഒരു ½ ഒക്കെ അവൻ ഇതിൽ തന്നെ കളിച്ച് അങ്ങനെ ഇരുന്നോളും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്ക്രീൻ ടൈം ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ടോയ് ആണിത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് സെർച്ച് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ടോയ്സ് മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇപ്പൊ ഡോൾസ് അതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ നമ്മൾ അങ്ങനത്തെ മേടിക്കാതെ ഇങ്ങനത്തെ ഒക്കെ ടോയ്സ് മേടിക്കാം കേട്ടോ. അത് മേടിക്കാം. പക്ഷെ കൂടുതലും നമ്മൾ ഈ കാറ് അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അത് അവര് കുറച്ചൊക്കെ കളിക്കും, പിന്നെ അത് അവിടെ ഇടും അല്ലേ. അപ്പൊ ഇങ്ങനത്തെ ടോയ്സ് ആകുമ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഇത് കൊടുക്കുമ്പോൾ നമ്മളൊപ്പം ഇരുന്ന് അവരുടെ കൂടെ കളിച്ച് അവരുടെ കൂടെ വർത്താനം പറഞ്ഞ് അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക കേട്ടോ. അവരെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയത്. അപ്പൊ ഫസ്റ്റ് ഒക്കെ ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിപ്പിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതൊരു പസിൽ ബോർഡാണ് കേട്ടോ. ഈ പസിൽ ബോർഡിൽ കണ്ടോ ഇതുപോലത്തെ കുറെ സ്മോൾ പീസസ് ഉണ്ട്. ഇത് ഒരു വുഡൻ ആണ് കേട്ടോ. ഇത് 3-in-1 പസിൽ ടോയ് ആണ് കേട്ടോ. അതിൽ 3 തരത്തിൽ നമുക്കിത് പസിൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ആണ് ഇപ്പൊ തന്നെ മോളാണ് ഇത് ചെയ്യുന്നത്. ഇവളൊരു 7 years ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി വലിയ കുട്ടികൾക്കുള്ളൊരു ടോയ് ആണ്. ഇതിലിങ്ങനെ സോൾവ് ചെയ്യണം. അപ്പൊ ലാസ്റ്റ് വരുമ്പോൾ കുറച്ച് ട്രിക്കി ആവും. കാരണം നമ്മൾ വെച്ച് വരുമ്പോൾ ചിലപ്പോൾ അത് തെറ്റിപ്പോകും. പിന്നെയും നെക്സ്റ്റും ആദ്യം തൊട്ട് അത് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ പസിൽ ബോർഡ് ഉള്ളത് കേട്ടോ. ഈ പസിൽസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ തിങ്കിങ് എബിലിറ്റി, അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽ അതൊക്കെ നല്ലോണം ഡെവലപ്പ് ആകും കേട്ടോ. ഇപ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, ഇനി വരുന്ന അപ്കമിങ് എക്സാംസ് ഒക്കെ ഉള്ളത് മൊത്തം പ്രോബ്ലം സോൾവിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനത്തെ ടെസ്റ്റുകളാണ് അവർ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് ഇന്നത്തെ കാലത്ത് കൂടുതലും അല്ലേ. അപ്പോൾ അതിനൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പസിൽസ് സോൾവ് ചെയ്യുന്നത്, ഇപ്പോൾ സുഡോക്ക് പോലത്തെ ഗെയിംസ് ഒക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, അവരെ കൊണ്ട് ശീലിപ്പിക്കുക കേട്ടോ. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ശീലിപ്പിക്കണം. അപ്പോഴാണ് അവർ അതിനോട് അവരുടെ ബ്രെയിൻ അല്ലെങ്കിൽ അവരുടെ ചിന്തകളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പഠിക്കേണ്ടതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അവരത് അറിയുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ അതായത് GK ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും അങ്ങനത്തെ ബുക്സൊക്കെ, അതായത് ഇപ്പോൾ മന്ത്ലി വരുന്ന ബുക്സൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അതിൽ കുറേ കറണ്ട് അഫയേഴ്സും ന്യൂ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, അവരുടെ സ്കൂൾ ബുക്സ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബുക്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാക്കാം. നമ്മൾ അത് റീഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം അവർക്ക് റീഡ് ചെയ്ത് കൊടുക്കുക, ഇതുപോലത്തെ പസിൽസൊക്കെ നമ്മളിരുന്ന് സോൾവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോഴാണ് അവരതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റൊക്കെ ഇത് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തായിരുന്നു ഒരു വട്ടം. ഇവള് കുറച്ച് വലുതായതുകൊണ്ട് ഇവളെന്നെ തനിയെ ചെയ്തിട്ടുണ്ട്. മോനിക്കൊക്കെ ഞാൻ 1-2 വട്ടം കാണിച്ചു കൊടുത്തായിരുന്നു. പിന്നെ അവനത് ട്രൈ ചെയ്ത് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ഇത് വന്നിട്ട് 3rd റോയിലുള്ളത് കണ്ടോ. ഇതിലുള്ള ഒരു SOS പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടല്ലോ കുട്ടികളൊക്കെ കളിക്കുന്നത്, അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ.
ഇനി അടുത്തത് കണ്ടോ, ഞങ്ങളുടെ കയ്യിലുള്ള വേറൊരു നമ്മുടെ ബ്ലോക്ക് പോലത്തെ ഒരു സാധനമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇത് നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ചെയ്തിട്ട് ഒരറ്റത്തുനിന്ന് തട്ടി കൊടുത്താൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ വീഴും. ഓക്കെ, അങ്ങനത്തെയാണ് ഇത് അവർ ചെയ്യാറുണ്ട് കേട്ടോ ഗെയിം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവരത് ചെയ്യുന്നില്ല. ഇന്ന് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വേണ്ടോ കുറേ എന്തൊക്കെയോ വീടൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ഇവർ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാതെ എനിക്ക് കാണിച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ചെയ്യുന്നതിൻ്റെ ഈ ഇരിക്കുന്ന മോനാണ് കേട്ടോ. ഇവൻ ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ക്രിയേറ്റിവിറ്റി ഞാൻ വേണ്ടി ഇതിൽ കാണാറുണ്ട് കേട്ടോ. ഇങ്ങനെ പലതും ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷെ അവൻ നമുക്കിങ്ങനെ കഥ പറഞ്ഞു തരും. എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതിങ്ങനെയാണ്, ഇത് പശുവിൻ്റെ വീടാണ്, ഇതങ്ങനെയാണ്, പശുവിന് മഴ വരുമ്പോൾ ഇത് കൊടയാണ്, അങ്ങനെ അങ്ങനെ പല പല സ്റ്റോറീസ് അവൻ എനിക്ക് മുന്നിൽ പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവരുടെ ഇമാജിനേഷനും അതുപോലെ ക്രിയേറ്റിവിറ്റിയും എല്ലാം നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ 3 ആണിലും എനിക്ക് നന്നായിട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത് ഇവനാണ് കേട്ടോ കൂടുതലും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ മക്കൾക്കും ഓരോ കഴിവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് എന്താണോ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ട് നല്ല കോൺട്രാസ്റ്റിലുള്ള കളേഴ്സാണ് ഇതിലെല്ലാത്തിലും തന്നെ ഉള്ളത് കേട്ടോ. അത് അവരുടെ കണ്ണിനൊക്കെ നല്ലതാണ്. അതുപോലെ കളേഴ്സ് നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ, പിന്നെ ഇത് വുഡൻ ടോയാണ് കേട്ടോ. ഇതൊരു വുഡൻ ടോയാണ്. ഞാനിത് മേടിച്ചിട്ട് 3 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും അതിനൊന്നും പറ്റിയിട്ടില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ഇതിൽ കളിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ കുറേ ടൈം നമുക്ക് ഇങ്ങനെ കുട്ടികൾ നമ്മളെ ഇങ്ങനെ ഇറിറ്റേഷൻ അല്ല, അത് അവർ നമ്മളുടെ അറ്റൻഷൻ ചോദിക്കുകയാണല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അടുത്തത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ വരുന്നത്. പക്ഷെ അവർക്കത് പറയാനും അറിയില്ല. അപ്പം നമ്മൾ പോയി കളിക്കി അങ്ങനെ പറഞ്ഞവരെ വിടാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയാൽ കുറേ ടൈം അവരതിൽ ഇരുത്തോളും കേട്ടോ. ഒപ്പം തന്നെ അവരുടെ ബ്രെയിനും ഹാൻഡ് ഐ കോർഡിനേഷൻ നന്നാവാനും എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനൊപ്പം ഇരുന്ന് നോക്കിയാൽ നമുക്ക് കുറേ നല്ല ക്വാളിറ്റി ടൈം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടോയ്സിലൂടെയൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഐഡിയാസ് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്കിതിലൂടെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇതൊക്കെ ശീലിപ്പിക്കുക കേട്ടോ. അപ്പോഴാണ് അവർ കാമായിട്ടും ക്വയറ്റായിട്ടും ഒരു പ്ലേസിലിരുന്ന് അങ്ങനെ ചെയ്യണം. അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ വികൃതിയായിട്ട് നടക്കുന്ന കുട്ടികൾക്കൊക്കെ, എൻ്റെ ഈ മോന് ഭയങ്കര വികൃതിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കും, പക്ഷെ അവന് നല്ലോണം ഇതിലിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വയറ്റായ്മൊക്കെ അവർ ഈ ഒരു ടോയ്സിലൂടെ നല്ലോണം പഠിക്കുന്നുണ്ട് കേട്ടോ. നല്ല ആക്റ്റീവാണ്, പക്ഷെ ഈ ടൈമിൽ അവ അടങ്ങി ഒതുങ്ങിയിരുന്നത് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കയ്യിലുള്ള ഒരു ടോയാണ് ഈ ഒരു ബ്ലോക്സ് കേട്ടോ. ഇതിന് എല്ലാവരുടെ അടുത്തും ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ബ്ലോക്സിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടി ഉൾപ്പെടുത്തിയത് കേട്ടോ. ഈ ബ്ലോക്സ് ഇവർ കുറച്ച് വലിയ കുട്ടികളാണ്. ഇവൻ 4 വയസ്സാണ്, 7 വയസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചെറിയ പീസസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടികൾക്ക് വലിയ ബ്ലോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. വലുതെന്ന് വെച്ചാൽ ഇങ്ങനെ ക്യൂബ്സിൻ്റെ ഷേപ്സിലുള്ള വലുത് കേട്ടോ. പിന്നെ അത് ലൂസായിരിക്കണം, അവർക്ക് വെക്കാനും എടുക്കാനും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ വലിപ്പം കുറച്ച് കൊണ്ടുവരാം. പിന്നെ ഡിഫറെൻറ്റ് ഷേപ്സിലും ഡിഫറെൻറ്റ് മോഡലിലുള്ള ബ്ലോക്സ് എല്ലാം കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലും കണ്ടോ ഒരുപാട് അവരുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ കൂടുതലും കുട്ടികൾ വീടിനകത്ത് തന്നെയാണല്ലേ. നമ്മുടെ പണ്ടുള്ള കാലത്തൊക്കെ പുറത്തായിരിക്കും കുട്ടികൾ കൂടുതലുള്ളത്, പക്ഷെ ഇപ്പോൾ അകത്ത് തന്നെയാണ് കൂടുതൽ കുട്ടികളും. അപ്പൊ സ്ക്രീൻ ടൈം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഇങ്ങനത്തെ ടോയ്സിലൂടെ സാധിക്കും കേട്ടോ. ഓക്കെ, പിന്നെ അവരുടെ ആക്ടിവിറ്റീസും നടക്കും. ഇനി ഞങ്ങളുടെ അടുത്തുള്ള ബ്ലോക്സിനെ പോലെ തന്നെയാണ്. ഇതൊരു മാഗ്നറ്റിക് സ്റ്റിക്സ് ആണ് കേട്ടോ. അതിലിങ്ങനെ കണ്ട് ഒട്ടി പിടിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് കുറേ ഷേപ്സിലും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഇതിൽ ഉണ്ടാക്കാറുണ്ട് അവർ കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ഒരു 300-400 റേഞ്ചിൽ വരുന്നതാണ്.
ഇതൊരു 1200 ആയിട്ടുണ്ട് കേട്ടോ ഇതിന് റേറ്റ്. പക്ഷെ നല്ലതാണ് കേട്ടോ, പെട്ടെന്നൊന്നും കേടുവരില്ല, നല്ലോണം ഇത് നിലനിൽക്കും കേട്ടോ സൂക്ഷിച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ടോയ്സ് ഒക്കെ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെറിയ പാർട്സ് ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അത് എടുത്തു വെക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യല് ഇവയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കലാണ് കേട്ടോ. അവർ കളിച്ചെന്ന് വെച്ചാൽ അത് ക്ലീനിങ് ചെയ്യേണ്ടത് അവർ തന്നെയാണ്, അവരുടെ ഡ്യൂട്ടിയാണ്, അവർ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ മോളത് എടുത്തു വയ്ക്കുന്നുണ്ട്, അങ്ങനെ മോനും എടുത്തു വെക്കാറുണ്ട് കേട്ടോ. അവരെല്ലാം കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇതൊക്കെ ശീലിപ്പിക്കുക കേട്ടോ. അവരുടെ എല്ലാ ബുക്സ് ആയാലും അവരുടെ ഡ്രസ്സസ് ആയാലും എല്ലാം അവരെ കൊണ്ട് തന്നെ അത് അതായത് കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പോൾ ഫോൾഡിങ് ഒന്നും കറക്റ്റ് ആവില്ല എങ്കിലും അത് അവർ തന്നെ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ ബാഗ്സിലാണ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ അറേഞ്ച് ചെയ്തവർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബോക്സസിലാക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഒരു വലിയ കവറിൽ അത് ഇട്ട് വെക്കാം കേട്ടോ, സിപ്പ് ലോക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കയ്യിലുള്ള എഡ്യൂക്കേഷണൽ ടോയ്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ, താങ്ക് യു.